ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ലെറ്റ് ഗോ ചെയ്യുന്ന ആ ഒരു കല, വിട്ടുകൊടുക്കാനുള്ള ആ ഒരു മനസ്സ്, അതൊരു കലയാണല്ലേ, വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ്. ഈ വിട്ടുകൊടുക്കല്, ലെറ്റിംഗ് ഗോ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ആഗ്രഹിച്ചാൽ നമുക്ക് മറക്കാനായിട്ട് കഴിയില്ല. ചില മനുഷ്യരെ, ചില ബന്ധങ്ങളെ, ചില വാക്കുകളെ, ചില ഓർമ്മകളെ, ചില പരാജയങ്ങളെ, ചില നഷ്ടങ്ങളെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അല്ലേ. പുറമേ നോക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലെ തോന്നും, പക്ഷെ നമ്മുടെ ഉള്ളില് നമ്മൾ ഇപ്പോഴും പഴയൊരു അധ്യായത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയായിരിക്കും. ഇന്ന് നിങ്ങളോട് ഹൃദയസ്പർശിയായ ഒരു ചെറിയ കഥ ഞാൻ പറയാം. മീര എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവള് വളരെ സന്തോഷമുള്ള ഒരു യുവതിയായിരുന്നു. അവൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ ജീവിതത്തില് ഒരു ബന്ധം അവൾക്ക് ഒരുപാട് വേദന നൽകി. വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാള് അവളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അവൾക്ക് ഇപ്പോഴും പല ചോദ്യങ്ങളും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ ചെയ്തത്? എനിക്ക് എന്താണ് കുറവുണ്ടായിരുന്നത്? ഞാൻ കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എല്ലാം മാറുമായിരുന്നോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അവളെ വർഷങ്ങളോളം പിന്തുടർന്നു. ഒരു ദിവസം അവൾ അവളുടെ മുറി വൃത്തിയാക്കുന്നതിനിടെ ഒരു കത്ത് യാദൃശ്ചികമായി അവളുടെ കണ്ണിൽ പെടുകയാണ്. അവൾ ആ കത്ത് തുറന്നു. അത് ആ വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കത്തായിരുന്നു. ആ കത്തെടുത്ത് വായിച്ചപ്പോൾ അവളുടെ പഴയ ഓർമ്മകൾ മുഴുവൻ തിരിച്ചു വന്നു. അവളുടെ കണ്ണില് കണ്ണുനീര് പടർന്നു. അവൾ ആ കത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ സ്വയം ഒരുപാട് ചോദ്യങ്ങൾ അവളോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതും പിടിച്ചു നിൽക്കുന്നത്? അടുത്ത ദിവസം അവൾ തന്റെ അമ്മയോട്, അവൾ എല്ലാം തുറന്ന് പങ്കുവെക്കുന്നത് അവളുടെ അമ്മയോടാണ്. അവളുടെ അമ്മയോട് ആ കത്തിനെ കുറിച്ച് പറഞ്ഞു. അമ്മ കുറച്ചു സമയം മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളോട് പറഞ്ഞു, മോളെ, ഈ കത്ത് നിന്റെ ഭൂതകാലത്തിൻ്റെതാണ്. പക്ഷേ അത് നീ ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീര ചോദിച്ചു, അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ പറഞ്ഞു, നീ ആ വ്യക്തിയെ മറക്കേണ്ടതില്ല. പക്ഷേ ആ വ്യക്തി നിന്റെ ഇന്നത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നീ അവസാനിപ്പിച്ചേ മതിയാവൂ. ആ വാക്കുകൾ നമ്മുടെ മീരയുടെ മനസ്സിൽ തട്ടി. അവൾ വീണ്ടും ഒരിക്കൽ കൂടി ആ കത്ത് വായിച്ചു. ഇത്തവണ വേദനയോടെ അല്ല അവൾ ആ കത്ത് വായിച്ചത്, ഒരു അവസാന വിടവാങ്ങലായി. അവൾ ആ കത്ത് മടക്കി, കണ്ണുകൾ അടച്ചു, എന്നിട്ട് പറഞ്ഞു, നന്ദി, നീ എൻ്റെ ജീവിതത്തിലെ ഒരു അധ്യായമായിരുന്നു. പക്ഷേ നീ എൻ്റെ മുഴുവൻ കഥയല്ല. അവൾ കത്ത് സൂക്ഷിച്ചു വെച്ചു. പക്ഷേ പിന്നീട് ഒരിക്കലും അവൾ അത് പിന്നെയും തുറന്ന് വായിക്കാനായിട്ട് ശ്രമിച്ചില്ല. അവൾ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പുതിയ സ്വപ്നങ്ങളിലേക്ക് വന്നു. പുതിയ സന്തോഷങ്ങളിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, മീരയുടെ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? മീര ആ വ്യക്തിയെ മറന്നതല്ല. പക്ഷെ അവൾ ചെയ്തത് എന്താണ്? അവൾ തൻ്റെ വേദനയെ വിട്ടുകൊടുത്തു. വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് സംഭവിച്ചതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്, അതിനെ ന്യായീകരിക്കുകയല്ല. മനസ്സിലായോ? വെരി ഇമ്പോർട്ടന്റ്. ഒന്നാമതായിട്ട് നമ്മൾ ആലോചിക്കാനുള്ളത്, നമ്മൾ ചെയ്യാനുള്ളത് കഴിഞ്ഞ കാലത്തെ അംഗീകരിക്കുക. നമ്മൾ പലപ്പോഴും ചോദിക്കും, എനിക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു? ചില ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഒരു ഉത്തരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉള്ളപ്പോഴും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഒരു കാര്യം സംഭവിച്ചു പോയാൽ അതിനെ അംഗീകരിക്കുക, അതിൽ നിന്ന് പഠിക്കുക, പിന്നെ മൂവ് ഫോർവേഡ്, മുന്നോട്ട് പോവുക. രണ്ടാമതായിട്ട് ഓർക്കേണ്ടുന്നത്, ക്ലോഷർ എന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, അവൻ ഒരിക്കൽ ക്ഷമ ചോദിച്ചാൽ, അല്ലെങ്കിൽ അവൾ ക്ഷമ ചോദിച്ചാൽ, അല്ലെങ്കിൽ അവൾ ഒരിക്കൽ സത്യം പറഞ്ഞാൽ, അവർ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയാൽ എനിക്ക് സമാധാനം കിട്ടും അല്ലേ? പക്ഷേ ചിലപ്പോൾ ആ ദിവസം ഒരിക്കലും വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ സമാധാനത്തിന്റെ താക്കോല് ഒരിക്കലും നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. നിങ്ങൾക്ക് സ്വയം ക്ലോഷർ നൽകാനായിട്ട് നിങ്ങൾ പഠിക്കണം. മൂന്നാമതായിട്ട്, നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള, ഏറ്റവും കഠിനമായ ഒരു കാര്യമാണ് നമ്മളോട് ക്ഷമിക്കുക എന്നുള്ളത്.
നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുമല്ലേ, ഞാൻ ഒരിക്കലും ആ തീരുമാനം എടുക്കരുതായിരുന്നു, ഞാൻ ആ വ്യക്തിയെ വിശ്വസിക്കരുതായിരുന്നു, ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഞാൻ പരാജയപ്പെട്ടു. ഇതൊക്കെ നമ്മൾ നമ്മളെ സ്വയം ശിക്ഷിക്കുന്നതാണ്. പക്ഷെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഭൂതകാലത്തിലെ നിങ്ങളുണ്ടല്ലോ, അതും നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമുണ്ട്. അത് നിങ്ങളുടെ വളർച്ചയാണ്. നിങ്ങൾ നിങ്ങളുടെ പഴയ ആ ഒരു സെൽഫിനോട് നിങ്ങൾ പറയുക, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് ഒരു പരാജയം സംഭവിക്കുമ്പോൾ, ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഐ ഫോർഗീവ് യു. നാലാമതായിട്ട്, ചില ബന്ധങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും അല്ലെ. ചില ബന്ധങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. എല്ലാ ബന്ധങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതകാലം മുഴുവനും തുടരണമെന്നില്ല. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചിലപ്പോൾ നമ്മളെ സ്നേഹം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ചിലർ വരുന്നതാകട്ടെ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കും. ചിലരാകട്ടെ നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക അധ്യായത്തെ പൂർത്തീകരിക്കാനായിരിക്കും. ഓരോ ബന്ധവും അവസാനിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. ചില ബന്ധങ്ങളുടെ അവസാനങ്ങൾ എന്ന് പറയുന്നത് വേറെ നല്ലൊരു ബന്ധത്തിന്റെ തുടക്കമായിരിക്കും. അഞ്ചാമതായിട്ട്, വിട്ടുകൊടുക്കല് എന്ന് പറയുന്നത് മറക്കലല്ല. ഈ അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ലെറ്റിംഗ് ഗോ ഡസ് നോട്ട് മീൻ ഫോർഗെറ്റിംഗ് എവറിഥിങ് ഓർ എവ്രി വൺ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല അത്. നിങ്ങൾക്കൊരു വ്യക്തിയെ ഓർക്കാം, ഒരു പഴയ സംഭവം നിങ്ങൾക്ക് ഓർക്കാം, ഒരു നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് വിഷമിക്കാം. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്കൊരു മുറിവുണ്ടായി എന്ന് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ആ മുറിവുമായിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. അതാ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടുന്നത്. ഒരു ചെറിയ എക്സർസൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നവരെങ്കിൽ ഒരു ചെറിയൊരു എക്സർസൈസ് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ടൊരു പേപ്പർ എടുക്കുക. അതിൽ നിങ്ങൾ എഴുതുക, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നത്. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഭാരമായി കിടക്കുന്ന കാര്യങ്ങൾ എഴുതുക. ഒരു വ്യക്തി, ഒരു ഓർമ്മ, അല്ലെങ്കിൽ ഒരു കുറ്റബോധം, ഒരു പരാജയം, ഒരു ഭയം. അതിനുശേഷം ആ പേപ്പറിന്റെ താഴെ എഴുതുക, ഇതെന്റെ ഭൂതകാലമാണ്, ഇതെന്റെ പാസ്റ്റ് ആണ്, ഇതൊരിക്കലും എൻ്റെ ഭാവിയെ നിയന്ത്രിക്കേണ്ട കാര്യമല്ല, ഇത് എൻ്റെ ഭാവിയെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കില്ല. എഴുതി വെക്കുക. എന്നിട്ട് ആ പേപ്പർ നിങ്ങൾ മടക്കി വെക്കുക. എന്നിട്ട് ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അത് മെല്ലെ പുറത്തേക്ക് വിടുക. എന്നിട്ട് സ്വയം നിങ്ങൾ പറയുക, ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അഫേം ചെയ്യുക സ്വന്തം മനസ്സിനോട് തന്നെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ചില മനുഷ്യർ നമ്മളെ വിട്ടുപോകും. ചില സ്വപ്നങ്ങൾ നടക്കാതെ പോകും. ചില വാതിലുകൾ അടഞ്ഞു പോയേക്കാം. പക്ഷേ അത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കാനായിട്ടുള്ള ഒരു അവസരമാണ് എന്ന് നിങ്ങൾ കരുതുക. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അത് നന്ദിയോടെ ഓർക്കുക. അതാണ് നിങ്ങളെ ഇത്രയും സ്ട്രോങ് ആക്കിയതല്ലേ. അത് നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാഠം നിങ്ങളോടൊപ്പം കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പക്ഷെ ആ വേദനയെ ഒരിക്കലും നിങ്ങൾ കൂടെ കൊണ്ടുപോകരുത്. ആ പാഠം നിങ്ങൾ കൈവശം വെക്കുക. വേദനയെ നിങ്ങൾ വിട്ടുകൊടുക്കുക. ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാം, പക്ഷെ ഭാരമുണ്ടല്ലോ അത് താഴെ എപ്പോഴും ഇറക്കി വെക്കണം. ഭൂതകാലത്തെ നമ്മൾ ബഹുമാനിക്കണം, പക്ഷെ ഭാവി കാലത്തെ അതിലേക്കാണ് നമ്മൾ നടക്കാനുള്ളത് അല്ലേ. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വിട്ടുകൊടുക്കുന്ന ഒരു കാര്യം നാളെ നിങ്ങൾക്ക് കൂടുതൽ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാരണമാകാം. ലെറ്റ് ഗോ, ഹീൽ, ഫോർഗീവ്, ഗ്രോ, മൂവ് ഫോർവേഡ്. ഈ ഒരു 5 കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം വളരെ മനോഹരമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ, അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ജീവിതത്തിൽ നല്ല വിജയിച്ച്, എല്ലാവരും നല്ല സെലിബ്രേറ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ജീവിക്കാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ലൈഫ് കോച്ചാണ്, ഒരു ബിസിനസ് കോച്ചാണ്, ഒരു ചിൽഡ്രൻസ് കോച്ചാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെയും വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ് മെഗാ ഹബ്ബാണ് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പം ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും ലിങ്ക് വഴി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഷജീസിനോടൊപ്പം തന്നെ സ്റ്റേ ചെയ്യുക. റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകും. താങ്ക്